ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സർവേഷിൻ്റെ മകൻ അൻഷനുണ്ടായ കാര്യമാണ്. അവൻ എന്താ പറയുക, ലഹരിയിൽ അഡിക്റ്റാണ്. അപ്പോൾ അതെന്താണ് പെട്ടെന്ന് ഉണ്ടായത് അവർ പറയുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, എൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ അവൻ നോർമലായിരുന്നു, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് പെട്ടെന്ന് ഉണ്ടായത്? तुम समझ नहीं रही हो, वहाँ घर पर अमृतसर में उसकी माँ ने उसे खूब नेग्लेक्ट किया. മഞ്ജീദ് के लिए उसकी नौकरी ही माय बापा है. അപ്പോൾ എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ല? എൻ്റെ പഴയ ഭാര്യ വെച്ചാൽ എക്സ് വൈഫ് ഇവനെ അമൃത്സറിലാണ് ഇവർ താമസിച്ചിരുന്നത്. അവനെ ഒരുപാട് നെഗ്ലക്റ്റ് ചെയ്തു, അവനെ അവോയ്ഡ് ചെയ്യുകയൊക്കെ ആയിരുന്നു. പിന്നെ മഞ്ജീത്തിനെ സംബന്ധിച്ച് എന്താ, നൗക്കരി ജോലിയാണ്, അവൾക്ക് അച്ഛനും അമ്മയും എല്ലാം അത് തന്നെയായിരുന്നു. ആ സാലറി ഒക്കെ ആയിരുന്നു അവരെ വെച്ചാൽ അവർ ആ ഒരു സ്വപ്നത്തിലാണ് ജീവിച്ചിരുന്നത്. मेरे साथ भी ऐसे ही करती थी. ऑफिस से आकर भी फ़ोन से चिपके रहना. खाने में 10 की जगह 11 बजे उसे कोई ഫിക്കർ നെഹി. അപ്പോൾ ഇവിടെ വന്നാലും ജോലി കഴിഞ്ഞ് വന്നാലും എന്താ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഫുഡൊന്നും നേരത്തിന് ഉണ്ടായിരുന്നില്ല. 11 മണി 12 മണി നേരത്ത് ഉസ്കാ കോയി ഫിക്കർ നെഹി. അപ്പോൾ ആരെക്കുറിച്ചും ഒരു ചിന്തയില്ല. അഗർ മേ കബി ടോക്താ തോ ബോൾത്തി മേരെ ഫോൺ സേ തേരേക്കോ ക്യാ പ്രോബ്ലം ഹേ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ഫോൺ വിളിക്കുന്നു, ഫോണിൽ കളിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. തുമ്നെ ബേട്ടേക്കോ അപ്നെ പാസ് ക്യോം നെഹി രക്ക, രുചിനെ പൂച്ച. രുചി ചോദിച്ചു, നിങ്ങൾ എന്താ നിങ്ങളുടെ മകനെ നിങ്ങളുടെ അടുത്ത് വെക്കാതിരുന്നത്? वही इतना छोटा था, अपनी माँ का ऐसा पिछलगू कि वह बाथरूम भी जाती तो साथ जाने की जिद करता. തും ക്യാ ജാനെ ചോട്ടെ ബച്ചേക്ക് ജിദ്. അപ്പോൾ പറയാണ്, എന്താ പറയുക, അവൻ ചെറുതായിരുന്നില്ല, അവൻ എന്താണെങ്കിലും അമ്മ വേണം എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ രുചിയോട് പറയാണ്, നീ എങ്ങനെ അറിയാനാണ്, നിനക്ക് ചെറിയ കുട്ടികളുടെ വാശിയും അതുപോലെ വീറും വാശിയൊക്കെ നിനക്ക് എങ്ങനെ അറിയാനാണെന്ന് ചോദിക്കുകയാണ്. കാരണം ഇയാളെ സംബന്ധിച്ച് ഇയാളുടെ അറിവില്ലെന്ന് വെച്ചാൽ രുചി കല്യാണം കഴിഞ്ഞിട്ടില്ല, രുചിക്ക് ആരും ഇല്ല, അങ്ങനത്തെ ഒരു ഇതാണ്, വിവാഹിതയല്ല എന്നതാണ്. कचहरी में माँ का दुपट्टा पकड़कर लटक गया. മമ്മി പാസ് രഹന, പാപ്പ ഗന്ധേ. അപ്പോൾ പറയണം, അമ്മയുടെ ഷാൾ പിടിച്ച് എപ്പോഴും പിടിച്ച് വലിച്ച് നടക്കും, അമ്മേൻ്റെ ഒപ്പം നിൽക്കുക, അച്ഛൻ പൊട്ടയാണെന്ന് പറയും. ഫിർ ഉസ് വക്ത് മേരി കോയി നൗക്കറി ബി നഹി ദി. ആ സമയത്ത് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല. ബച്ച സംഭാല മുജെ സിർദർ ലഗ്താത. അപ്പം എന്നെ സംബന്ധിച്ച് കുട്ടിയെ നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു. മേനെ സോച്ചാ ചലോ മഞ്ജീത് കി പക്കി സർക്കാരി നൗക്കറി ഹേ, ആസാനി സെ ബച്ച പൽ ജായേങ്ക. അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്താ സർക്കാർ ജോലിയല്ല, അപ്പോൾ കുട്ടീനെ ഇവള് നന്നായി നോക്കിക്കോളുന്നു. രുചിക്ക് ഹോട്ടോം തക് ആക്കർ ബാത് രുക് ഗയി കി ഉസ്കെ ബി ഇത്തന ബഡാ ബേട്ടാ ഹേ. പക്ഷെ അവർക്ക് ഇങ്ങനെ പറയാൻ ഇങ്ങനെ എന്താ പറയുക, നമ്മളറിയില്ല, തൊണ്ട വരെ വന്നു, പക്ഷെ പറയാൻ പറ്റിയില്ല, എനിക്കും ഇത്ര പ്രായമുള്ള മകനുണ്ടെന്ന്. ഉസേ ലഗ അപ്നെ ദുഃഖ് മേ സർവേഷ് കോയി നെയ് ബാത് സുന്ന സഹന ബർദാഷ് നാ കരേ ഷായദ. പറഞ്ഞു, ഈ ഒരു വിഷമത്തിൽ ഇയാൾക്ക് വേറൊരു കാര്യം കൂടി, എന്നെയും കൂടി കാര്യം കേട്ട ഇയാൾ ഒന്നും കൂടി വിഷമത്തിലാവുമെന്ന് വിചാരിച്ച് ഇവർ മിണ്ടാതിരുന്നു എന്ന്. उसने संभाल कर कहा, यह तो बहुत बुरा हुआ, तुम अपनी पत्नी से बात की क्या पता चला. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വിഷമകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ട് സംസാരിച്ചു, എന്താണ് അറിയാൻ സാധിച്ചതെന്ന്. സർവേഷ് കെ മാതേ पर त्योरियां पड़ी. उसकी तो मैं शक्ल भी नहीं देखना चाहता. उसके मामा ने आकर खबर दी और उसे फ़ोन मिलाकर मेरे हाथ में दे दिया. അപ്പോൾ പറഞ്ഞേ, എനിക്ക് ഇങ്ങനെ ദേഷ്യം വന്നപ്പോൾ നെറ്റിയൊക്കെ ചുളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവളുടെ മുഖം പോലും കാണാൻ ആഗ്രഹിക്കുന്നില്ല, അവരുടെ മാമനാണ്, അങ്കിളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. फ़ोन पर बड़ी हाई तौबा मचाई मंजीत ने. मैंने सिर्फ एक जुलसा बोला, मंजीत तूने अपना बदला ले लिया मुझसे. അവൾ വലിയ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ ഇത്ര മാത്രമാണ് ചോദിച്ചത്, നീ ഇതിനെ എൻ്റെ അടുത്ത് പ്രതികാരം ചെയ്തില്ലേ എന്ന്. വഹ് ദേർ തക് ചീത്തി ചിലാത്തി രഹി. കുറച്ചു നേരം മിണ്ടാതെ, പിന്നെ നല്ല വാവിട്ട് കരച്ചിലായിരുന്നു. मैंने उसके मामा का फ़ोन दे दिया, अपनी पागल बांजी को अपना आप संभालो. അപ്പോൾ ഇയാൾ വന്ന് ഇവിടെ അങ്കിൾ വന്നിട്ടാണ് വിവരം പറഞ്ഞത്, എന്നിട്ട് ഫോൺ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ എന്താ പറയുക,
ഭ്രാന്തിയായിട്ടുള്ള എന്താ പറയുക അനന്തരവളെ നിങ്ങൾ എന്നെ നോക്കിക്കോ. മേരെ ലിയേ തോ അൻഷ് കെ സാത്ത് വഹ് ഭി ഖതം ഹുയി. എന്നെ സംബന്ധിച്ച അൻഷിൻ്റെ ഒപ്പം ഇവളും മരിച്ചു, എന്നുവെച്ചാൽ എല്ലാം അവസാനിച്ചു എന്ന്. രുചിനെ സർവേഷ് കെ ഹാത്ത് പർ അപ്നി ഹത്തേലി രക്കർ കഹ. അപ്പോൾ രുചി ആണെങ്കിൽ സർവേഷിൻ്റെ കയ്യിൽ തൻ്റെ കൈ വെച്ചിട്ട് കൊയ് ബാത് നഹി സർവേഷ് അബ് ഇസ് സബ്സെ ബാഹർ ആവോ. അപ്പം ഒരു വെച്ചാൽ വിഷമിക്കല്ലേ, ഇതിന്നൊക്കെ പുറത്തേക്ക് വരൂ. ദുനിയ ബഹുത് ബഡി ഹെ ജീനെ കാ കൈ രാസ്ത ഹെ. ഈ ലോകം എന്ന് പറഞ്ഞാൽ വലുതാണ്, നമുക്ക് ജീവിക്കാൻ ഒരുപാട് വഴികൾ ദൈവം തരുന്നു. രുചിക്കോ शिद्दत से लगा रहा था जैसे यह उसके आप घर परिवार का की पटकथा जो बदलने हुए नामों से लिखे जा रही है. അപ്പോൾ അവളെ സംബന്ധിച്ച് ഈ കഥ കേട്ടപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ ഒരു വെച്ചാൽ ഒരു തൻ്റെ ലൈഫിലുണ്ടായ ഒരു കഥ പോലെയാണ്. പക്ഷേ ആളുകളുടെ പേരും അതുപോലെ തന്നെ അവസ്ഥകളും മാറിയിട്ടുള്ളൂ ഏതാണ്ടൊക്കെ. അവിടെയാണെങ്കിൽ ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നത് രുചിയാണെങ്കിൽ ഇവിടെ സർവേഷാണ്. രണ്ടുപേരുടെയും ലൈഫ് ഒരേപോലെ പ്രശ്നങ്ങൾ ഉള്ളതാണെന്ന്. പിന്നെ 53 ആണ് പേജ് നമ്പർ. इधर रुचि की व्यस्तता बहुत बढ़ गई थी का और माँ चैनल में रेस्टोरेंट की तर्ज पर अपना अपना व्यंजन उत्सव घोषित कर रखा था. एक की थीम में स्ट्रीट फूड ഫെസ്റ്റിവൽ ഓർ ദൂസരെ കി ദേശ് വിദേശ് കെ സ്വാദ്. അപ്പോൾ കായും ആ ചാനലും എന്തോ ഒരു അവരുടെ ഒരു ടീമിൻ്റെ ഒരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു രീതിയിൽ. ഒരിതാണെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിലും മറ്റേതാണെങ്കിൽ ദേശ് വിദേശ് കെ സ്വാദ് എന്നുള്ള രീതിയിലും പരിപാടികൾ അവതരിപ്പിച്ചു തുടങ്ങി. दोनों कार्यक्रमों का स्वर विलोम दाम उसी तरह उनका कार्यान्वयन और പ്രസ്തുതീകരൺ ബി. രണ്ട് രീതിയിലാണെങ്കിലും എന്താ പറയുക അവതരണമൊക്കെ വേറെ രീതിയിലായിരുന്നു. स्ट्रीट फूड फेस्टिवल कार्यक्रम में रुचि शर्मा कभी पुरानी दिल्ली के गोलगप्पे की व्यंजना विधि प्रस्तुत करती. तो അപ്പോൾ സ്വീറ്റ് ഫുഡ് എന്ന് പറയണ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിലാണെങ്കിൽ ഇവർ പുറാനി ദില്ലിയിൽ ഗോൽഗപ്പയുടെ റെസിപ്പി പറയുകയാണെങ്കിൽ മറ്റൊടുത്ത് विधि करते तो कभी कलकत्ते की मूंग दाल ചില്ലേക്ക് കൽക്കത്തയിലെ ഫുഡിനെ പറ്റിയിട്ടാണ് പിന്നെ റെസിപ്പി പറയുക. വഹ് പത്താ ലഗ്താ രഹ്തി കിസ് ഷഹർ കാ കോൺസാ വ്യഞ്ജൻ ഉസ്കി ഖാസ് പഹ്ചാൻ ഹേ. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക പഹ്ചാൻ ഏത് സ്ഥലത്തെ ഏത് ഫുഡാണെന്ന്. മാ ചാനൽ പർ ദേശ് വിദേശ് കെ സ്വാദ് മേ ഓരോരുത്തരെ പറ്റി ഓരോരുത്തരെന്ന് അറിയാനൊക്കെ ആഗ്രഹിച്ചിരുന്നു. വ്യഞ്ജൻ മേ താലിക വ്യാപക് और विविध बना ली. यहाँ किसी हफ्ते में एस्पेरेगस सूप और गार्लिक ब्रेक गार्लिक ब्रेड प्रस्तुत करती. तो किसी हफ्ते अंकुरित अनाज और फल सब्जी का मिला जुला सलाद. അപ്പോൾ സലാഡും കാര്യങ്ങളും ഒരു ഇതിലാണെങ്കിൽ എന്താ പറയുക ദേശ് വിദേശ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ വിദേശ് ഫുഡിൻ്റെ അതിൻ്റെ റെസിപ്പികൾ മാ ചാനലിൽ പറയും. काम के सिलसिले में उसे बहुत सी स्तरीय പത്രികായം और പുസ്തകയെ പഠने को मिलती. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് എന്താ പറയുക മാഗസീനൊക്കെ കിട്ടി വായിക്കാനൊക്കെ കിട്ടിയിരുന്നു. കേവൽ രാത് 10 बजे जब वह अपने घर में अकेली बैठने तो फुर्सत पाती उसे याद आता. അപ്പോൾ പെട്ടെന്ന് വെച്ചാൽ രാത്രികളിൽ മാത്രം വീട്ടിലെത്തുമ്പോൾ മാത്രമാണ് അവർ ഒറ്റയ്ക്കാവുന്നത്. അപ്പോൾ ആ ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓർക്കും അരേ സർവേഷ് സേ തോ ബാത് ഹി നെഹി ഹുയി. അപ്പോൾ ആ തിരക്ക് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആകുമ്പോൾ ആലോചിക്കും അയ്യോ സർവേഷിനെ ഞാൻ വിളിച്ചില്ലല്ലോ എന്ന്. പതാ നെഹി കേസാ ഹേ വഹ്. അറിയില്ല അയാൾ എങ്ങനെയാണെന്ന്. രുചി ഫോൺ കർത്തി ഉസ്കി ആവാസ് സേ പതാ ചൽത്താ വഹ് अवसादग्रस्त है. उसके प्रति रुचि संवेदना से भर आती. सर्वेश अपनी बात दोहराता यह हालत यूं ही बनी रहेंगी. इससे बेहतर है तुम अपना
ലാപ്ടോപ്പ് ഓർ സൂട്ട് കേസ് ലേക്കർ യഹി ചലി ആവോ. അപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ വെച്ചാൽ ഇങ്ങനെ അയാളുടെ ഇത് കേട്ടിട്ട് പറയും, ഇതിനേക്കാളും നല്ലത് നീ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വാ, നിൻ്റെ ലാപ്ടോപ്പും സൂട്ട് കേസും ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വാ എന്ന് അയാൾ പറയാറുണ്ടെന്ന്. ഇവർ തമ്മിൽ അങ്ങനത്തെ ഒരു ആ ഒരു എന്താ പറയുക, അവർ തമ്മിൽ കുറച്ചും കൂടി അടുത്ത് തുടങ്ങി. പഹലി ഷാദിക്ക് ലാഖ് കഡ്വാഹട്ട് रही हो रुचि के जीवन में, वह फिर भी बिना शादी के എന്താ പറയുക സർവേഷ് के साथ സഹജീവൻ के लिए तैयाർ नहीं थी. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ ഫ്ലോപ്പാണ് ലൈഫും വിവാഹവും. അപ്പോൾ രണ്ടാമത് ഇത് പറയാതെ ഇയാളെ കല്യാണം കഴിക്കാൻ എന്താ പറയുക രുചി ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഉസേ ലഗ്താ സഹജീവൻ एक निदान्त अस्थायी अस्थिर और असंगत അനുബന്ധ है जिसमें पुरुष से ज़्यादा स्त्री का नुकसान है. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്താ, സ്ത്രീകൾ എപ്പോഴും ക്ഷമിക്കണം, സഹിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കാനാണ് നല്ലത്. ഒന്നും കൂടി പാർട്ട്ണറൊക്കെ ആവുകയാണെങ്കിൽ എല്ലാം അനുഭവിക്കേണ്ടതും അതുപോലെ തന്നെ നഷ്ടം സ്ത്രീക്ക് തന്നെയാണെന്ന് ഇവർക്ക് മനസ്സിലായി. फिर सहजीवन को सामाजिक प्रतिष्ठा मिलने में अभी वक्त था. रुचि को लगता ऐसे निर्णय उसकी छवि को धक्का पहुंचाएगा. कई सप्ताह बीत जाने पर एक इतवार रुचि और सर्वेश कैफे കോഫി ഡേ മേ ഫിർ ഇക്കട്ടെ ബൈറ്റെ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം, ആഴ്ചകൾക്ക് ശേഷം ഇവർ വീണ്ടും കണ്ടുമുട്ടി. ദോനോം തരഫ് കുച്ച് ദേർ മൗന രഹ. കുറച്ച് നേരത്തേക്ക് രണ്ടുപേരും ഭയങ്കര മൗനമായിരുന്നു. ബാത് കർനി മുझे മുഷ്കിൽ കഭി ऐसे तो ना दी जैसे हालत दोनों की थी. सर्वेश ने कॉफ़ी और सिगरेट के सहारे सीधे सवाल किया, तुम मैं सामान शिफ्ट करने वाली थी, क्यों, क्या हुआ? അപ്പോൾ കുറച്ച് നേരം മിണ്ടാതെ ഇരുന്ന് പിന്നെ ഇയാൾ ചോദിക്കുകയാണ്, എന്താണ് ഷിഫ്റ്റിംഗ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. രുചിനെ ഉസേ ഷിക്കായത്ത് ഓർ എത്രാസെ ദേക്കാം. ഭയങ്കര എന്താ പറയുക ഒരു പരാതിയും അതുപോലെ തന്നെ ഇഷ്ടമില്ല താല്പര്യം എന്നുള്ള രീതിയിൽ ദേക്കാം. മേനെ ऐसे कब कहा, ഞാൻ എപ്പോഴും ഇതൊക്കെ പറഞ്ഞേന്ന്. ദേക്കോ മേരെ സാത്ത് ബുൾബുലയ്യ കാ ഖേൽ മത് ഖേൽന. എൻ്റെ അടുത്ത് ഈ ബുൾബുലയ്യ ഗെയിം കളിക്കാൻ വരണ്ട. മേരാ ധീരജ് ഖത്തം ഹേ ഓർ വക്ത് ബി കം ഹേ. എൻ്റെ അടുത്ത് സമയമൊന്നുമില്ല, കളിക്കാതെ കാര്യം പറയുന്നതാണ് പറയുന്നത്. ലേക്കിൻ യഹ് മേരി ബി ജിന്ദഗി കാ അഹം സവാൽ ഹേ, ഇസ്മേ മേ ജൽബാസി കൈസെ കർ സക്തി ഹും. ഇത് എൻ്റെ ലൈഫിനെ സംബന്ധിച്ചുള്ള ഒരു ഡിസിഷനാണ്. ഞാൻ അതിൽ പെട്ടെന്ന് തിരക്ക് കാണിക്കാൻ എന്തിനാണ് ഞാൻ തിരക്ക് കൂട്ടുന്നതെന്ന്. उस दिन तुम्ही ने ऐसे संकेत दिए कि क्या अब तुम पीछे हटेगी. सर्वेश आक्रोश में था. അപ്പം നീയല്ല അങ്ങനത്തെ ഭാവങ്ങൾ പക്ഷെ നിൻ്റെ ഓരോ ഇത് കാരണമാണ് എനിക്ക് അങ്ങനെ തോന്നിയതെന്നാണ് പറയുന്നത്. ആകെ ദേഷ്യം വന്നു എന്ന്. देखो मैं एक बार दलदल में फंसकर बड़ी मुश्किल से बाहर निकली हूँ. मुझे अब दूसरी बार के लिए अच्छी तरह से सोचना होगा. ആദ്യം തന്നെ ഞാനൊരു ചാകപ്പെട്ടു പോയി, ജീവിതത്തിൽ എങ്ങനെയൊക്കെ കരകയറി വന്നതാണ്. ഇപ്പോൾ വീണ്ടും ഞാൻ അങ്ങനെ ഇതാവണമെങ്കിൽ എനിക്ക് വീണ്ടും ഈ ജീവിതത്തെക്കുറിച്ച് കാര്യങ്ങൾ ആലോചിക്കണം. മേരാ ബി തജുർബ ഖരാബ് രഹാ ഹേ, ഇസ്ലിയെ തോ മേ കഹ്താ ഹൂം ഹം ബിനാ कमिटमेंट के साथ रहे जैसे आजकल हजारों लड़का लड़कियों रहते हैं. അപ്പം പറയാണ്, നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ ജീവിക്കുന്ന പോലെ, സ്ത്രീയും പുരുഷനും ആൺകുട്ടിയും പെൺകുട്ടിയും ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാം. मैं सहजीवन को गलत रिवाज मानती हूँ, हमारी ऊपर समाज की जिम्मेदारी है. അപ്പോൾ എങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചതല്ല, കാരണം ഞാനൊരു എന്താ പറയുക സൊസൈറ്റിയിലൊരു വലിയ ഒരു പദവിയൊക്കെ ഉള്ളതല്ലേ. तुम्हारे लिबास में इस वक्त तुम्हारे बड़े बूढ़े बोल रहे हैं. അപ്പം നിൻ്റെ തലയിൽ ഇപ്പോൾ വലിയ വലിയ ആൾക്കാരാണ് സംസാരിക്കുന്നത്, അവരുടെ ചിന്തകളാണ്. इन पीटी पिटाई दुहाइयों में किसी की दिलचस्पी नहीं है. सहजीवन वाली आवो हवा तो तुम्हारी घर में भी ही नहीं. सर्वेश मांझी से क्या कहेगा, तुम्हारी
ഹൗസ് കീപ്പർ ക്യാ സോച്ചേങ്കി. അപ്പം ഇങ്ങനെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ നിന്റെ ഹൗസ് കീപ്പർ നിന്റെ അമ്മയോടൊക്കെ എന്താ നമ്മൾ പറയാന്ന്. സർവേഷ് ഏക് പൽ കോ ചുപ് ഹോ ഗയ. അപ്പോൾ ഒരു മിനിറ്റ് മിണ്ടാതെ ഇരുന്നു. ഈസ് പഹലു കോ നസർ അന്ദാസ കർന ജറാ മുഷ്കിൽ ദ. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക മുഷ്കിലായിട്ടുള്ള കാര്യമാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക പ്രശ്നമാവുള്ളൂ എന്ന്. രുചിനെ ഉസെ ആശ്വസ്തിക്കിയ ജൽദി ക്യാ ഹേ സർവേഷ്. അപ്പം അങ്ങനെ ആശ്വസിപ്പിച്ച് പറഞ്ഞു, എന്തിനാ തിരക്കടിക്കുന്നത്. ഹം ആജ് മിലേ ഹേ കൽ ഭി മിലേങ്ക. നമ്മൾ ഇന്ന് കണ്ടു നാളെയും കാണുന്നവരല്ലേ. ഹമേ ബാർ ബാർ മിൽനാ ഹേ യഹ് ഉമീദ് ബി ഖൂബ്സൂരത് ഹേ. നമുക്ക് വീണ്ടും വീണ്ടും കാണണം. ആ ഒരു പ്രതീക്ഷയോടെ നമ്മൾ ജീവിക്കുക, അത് തന്നെ വളരെ നല്ലതാണ്, മനോഹരമാണ്. സർവേഷ് കെ മൻ മേ ഉദാസി की परत उतर गई. उसने रुचि का हाथ दबाकर कहा, मेरे ही रहना, मैं इंतज़ार कर लूँगा. അപ്പം അയാൾക്ക് വിഷമമൊക്കെ മാറി എന്നിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒപ്പം തന്നെ നിന്നോളൂ, എൻ്റെ ഇന്തസാർ മേ ലൂങ്ക, ഞാൻ നിന്നെ പ്രതീക്ഷിച്ച് ആണ് ഇവിടെ നിൽക്കുന്നത് കഴിയുന്നതെന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗം നോക്കാം.